ദൂരവാനിൽ സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. ഇന്നലെ ഞാനൊന്നുമല്ലി മണ്ണിലെന്റെ പ്രിയരെ, ഇന്നലെ ഞാനൊന്നുമല്ലി മണ്ണിലെന്റെ പ്രിയരെ, എങ്കിലും കരുതി എന്നെ കൺമണി പോൽ കാത്തവൻ, എങ്കിലും കരുതി എന്നെ കൺമണി പോൽ കാത്തവൻ. ദൂരവാനിൽ സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. ദൂരവാനിൽ സൂര്യചന്ദ്രഗോളവും കടന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് ഭൂമിയുടെയും മനുഷ്യൻ്റെയും അന്ത്യകാല പ്രത്യേകതകളെക്കുറിച്ചാണ്. ഭൂമി എന്ന് പറയുമ്പോൾ പ്രപഞ്ചം എന്ന് വേണമെങ്കിൽ, ഭൂമിയും പ്രപഞ്ചവും രണ്ടും രണ്ടാണ്. പ്രപഞ്ചത്തിൻ്റെ അതുപോലെ തന്നെ മനുഷ്യരുടെയും അന്ത്യകാല പ്രത്യേകതകൾ. അന്ത്യകാലത്തിലാണ് നമ്മൾ ആയിരിക്കുക. ഈ അന്ത്യകാലത്ത്, ഈ അവസാന നാളുകളിലൊക്കെ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ മേഖലകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു അന്ത്യകാലമാണോ അല്ലെങ്കിൽ അവസാന നാളുകളാണോ എന്നൊരു ചിന്തയൊക്കെ കടന്നു വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാലത്തിൻ്റെ പ്രത്യേകത നമ്മളൊന്ന് തിരിച്ചറിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊരു പരമ്പര പോലെ നമ്മൾ തുടർച്ചയായിട്ട് ഇനിയുള്ള സന്ദേശങ്ങളിൽ കടന്നു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ മേഖലകളെക്കുറിച്ചും നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. ഇതിൻ്റെ പരമ്പരയിൽ ഓരോ മേഖലകളെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് തുടർച്ചയായിട്ട് ആ പരമ്പരകളിൽ പങ്കെടുക്കുകയും അതിലൂടെ കടന്നു പോകുമ്പോൾ അത് കാണുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, വളരെയേറെ നന്ദി പറയുകയാണ്. കാരണം കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മളൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ ഓൺലൈൻ ധ്യാനങ്ങളും ധ്യാന ശുശ്രൂഷകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക സഹായത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഓൺലൈൻ ശുശ്രൂഷകൾ കുറച്ചും കൂടി നമ്മൾ ശക്തമായ രീതിയിൽ കുറച്ചും കൂടെ റെക്കോർഡ് ചെയ്യുവാനും യൂട്യൂബ് ശുശ്രൂഷകളും ഓൺലൈൻ ധ്യാനങ്ങളും ഒക്കെ തുടർച്ചയായിട്ട് ചെയ്യുവാനും നമ്മൾ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് 2025 ഈ സൗകര്യങ്ങളെല്ലാം ഒന്ന് ഒരുങ്ങി 2025 എല്ലാ ആഴ്ചകളിലും ഓൺലൈൻ ധ്യാനങ്ങളും മറ്റ് ശുശ്രൂഷകളും. അപ്പോൾ കുറച്ചു പേർ അതിൽ വളരെ സജീവമായിട്ട് സഹകരിച്ചു. ഏതാണ്ട് 52,000 രൂപയോളം നമുക്ക് അതിൽ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. 52,000 രൂപയോളം. ഞാൻ ആ കണക്ക് പറഞ്ഞതിൻ്റെ കാരണം, ചില വ്യക്തികൾ ചിലപ്പോൾ ചിന്തിക്കും ഇത് പറഞ്ഞോടുകൂടി ഒരുപാട് പേർ സഹായിച്ച് കാണുമെന്ന്. എന്തായാലും സഹായിച്ച എല്ലാവരെയും വളരെയേറെ നന്ദിയോട് ഓർക്കുന്നു. അവരെല്ലാം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. സഹായിച്ചവരുടെ പേരുകൾ ഗൂഗിൾ പേയിൽ വന്നിട്ടുണ്ട്. അവർ അതിൻ്റെ കാര്യങ്ങൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം ഞങ്ങൾ പ്രാർത്ഥന ഓർക്കുകയാണ്. ഇനിയും ആർക്കെങ്കിലും അങ്ങനെ ഒരു സഹായം ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ട് എങ്കിൽ ഗൂഗിൾ പേ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. നമ്മളൊരു 15 ലക്ഷത്തിൽ താഴെയുള്ള ചിലവാണ് അതിനു വേണ്ടി പ്രതീക്ഷിക്കുന്നത്. കാരണം ഓരോ ദിവസത്തെയും എസ്റ്റിമേറ്റ് വ്യത്യാസം വരുന്നതുകൊണ്ട് നമ്മൾ എത്രയും വേഗത്തിൽ അത് ചെയ്യുകയാണ്. മറ്റൊരു കാര്യമുള്ളത്, എന്തുകൊണ്ടാണിത് പ്രധാനമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, യൂട്യൂബ് ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും ഇതിലൊരു സജീവ പങ്കാളിത്തമുള്ളവരായിട്ട് മാറ്റപ്പെടുക എന്നുള്ളതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 4 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ക്രോധത്തിൻ്റെ ദിനത്തിൽ സമ്പത്ത് പ്രയോജനപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ, വരും കാലഘട്ടങ്ങൾ നമുക്കറിയാം, ഇപ്പം വളരെ യുദ്ധമൊക്കെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വരും കാലഘട്ടങ്ങളിൽ ഓരോ രാജ്യങ്ങളും അവരുടെ സാമ്പത്തിക മേഖലകളെ ഭദ്രതപ്പെടുത്താൻ വേണ്ടി ഭരണാധികാരികൾ ഈ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഇപ്പോൾ ചില പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, ഇസ്രായേലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, ഇറാൻ നേരത്തെ തന്നെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷനുകൾ, പണക്കൈമാറ്റങ്ങൾ നടക്കുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെയുള്ള മറ്റു പല സംവിധാനങ്ങളും ഈ കാലഘട്ടങ്ങളിൽ നെറ്റ്വർക്കിലും സ്റ്റോപ്പ് ആകുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അന്ത്യകാലത്ത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവിടെ പറയുന്നത് പോലെ സമ്പത്ത് പിന്നെ പ്രയോജനപ്പെടുകയില്ല. അപ്പോൾ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ക്രമീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചും കൊണ്ടാണ് അത് ചെയ്യുന്നത്. അത് യൂട്യൂബ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഓൺലൈൻ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുമാണ് അതിൻ്റെ കാര്യങ്ങൾ എല്ലാം ക്രമീകരിക്കപ്പെടുക. നമ്മുടെ മറ്റ് താമസമുള്ള ധ്യാനങ്ങളെല്ലാം സൗജന്യമാണെങ്കിലും അതിനുവേണ്ടി
ഏതെങ്കിലും രീതിയിലൊക്കെ ആരെങ്കിലുമൊക്കെ സഹായിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെല്ലാം കർത്താവിന് നന്ദി പറയുന്നു. മറ്റൊരു കാര്യം കൂടെ പെട്ടെന്നൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഒരു 3570ഓളം പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് തന്നെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിലാണ് ഈ നാളുകൾ കടന്നു പോവുക. പ്രത്യേകിച്ച് ജപമാലയിലൂടെയുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് അയക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊരു സംവിധാനം ഒരുക്കി വച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഓൺലൈൻ ധ്യാനം നമ്മുടെ 11, 12, 13 ഈ മാസം നടക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ എല്ലാ മാസവുമാണ് 2025 മുതൽ എല്ലാ ആഴ്ചയിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. യൂട്യൂബ് ശുശ്രൂഷകളും അതുപോലെ കൂടുതലായിട്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും മറ്റ് സഹായങ്ങളുമൊക്കെ ഒന്ന് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു ചാപ്പൽ ഈ വർഷം അവസാനത്തോടു കൂടി ആയിത്തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ നിത്യാരാധന വെച്ചുകൊണ്ട് 24 മണിക്കൂറും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഒരുക്കപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ കാലഘട്ടം ലൂക്കാ സുവിശേഷം 21-ാം അധ്യായം 34 പ്രകാരമുള്ള ഒരു വചനപ്രകാരമാണത് ക്രമീകരിക്കപ്പെടുക. അതുപോലെ ഉപവാസ പ്രാർത്ഥനകൾ, മറ്റു കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിതൊക്കെ ആദ്യം തന്നെ പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലർ തുടക്കത്തിൽ തന്നെ കുറച്ച് കേട്ട് കഴിഞ്ഞ് അടുത്ത ഒരു അവസ്ഥയിലേക്ക് അങ്ങ് മാറിപ്പോകും. വീണ്ടും കുറച്ച് കഴിഞ്ഞ് കുറച്ച് കേൾക്കും. അങ്ങനെയൊക്കെ വരുന്ന ഒരു രീതി ഉള്ളത് കൊണ്ടാണ് ഞാനിത് ആരംഭത്തിൽ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ ഈ ശുശ്രൂഷയോട് സഹകരിച്ച് പോകാൻ പറ്റുമോ, പ്രാർത്ഥനയാണ് നമ്മുടെ പ്രധാനം, പ്രാർത്ഥിക്കുവാനും മറ്റു നിങ്ങൾക്കാവുന്ന രീതിയിൽ അത് 1 രൂപയാണെങ്കിൽ പോലും നമുക്ക് വളരെയേറെ വിലയേറിയതായിട്ട് ഞങ്ങൾ കാണുന്നു. കാരണം ഓരോ മനുഷ്യൻ ചെയ്യുന്ന അവൻ്റെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതമാണ് പലപ്പോഴും ഈ സുവിശേഷ വേലയിലൊക്കെ ഒരു സഹായകമായിട്ട് മാറുന്നത്. വിമർശിക്കുന്നവർ ഒരുപാട് പേരുണ്ടായേക്കാം. കാരണം അവരാരും തന്നെ നമ്മളെ സഹായിക്കത്തില്ലെന്നും നമുക്കറിയാം. അവർ വിമർശനവുമായിട്ട് എന്നും ഇങ്ങനെ പോകും. അത് ഈശോയുടെ കാലഘട്ടം മുതലല്ല, അതിനു മുമ്പ് മുതൽ തന്നെ ലോകത്തിൽ ഉള്ളവരാണ്. എങ്കിലും ഞാൻ ഈ കാര്യം ഓപ്പണായിട്ടൊന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം, മറയില്ലാതെ നമുക്ക് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എല്ലാവരെയും പ്രാർത്ഥനയും മറ്റു സഹായങ്ങളും ഒക്കെ ഞങ്ങളൊന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് വേറെ ഒരു രീതിയിലും മറ്റ് ഒരു രീതിയിലും നമുക്ക് കർത്താവിൻ്റെ വചനം എത്തിക്കുവാനായിട്ട് ഇനിയുള്ള കാലത്ത് മാർഗങ്ങളില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം ഇപ്പോൾ ധ്യാനങ്ങളൊക്കെ കുറഞ്ഞു വരുന്നു, അതിൻ്റെ ശുശ്രൂഷ രീതികളൊക്കെ മാറി വരുന്നു. ആത്മാക്കളുടെ രക്ഷയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം എന്നൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുന്ന മേഖലകളിലേക്കൊന്ന് കടന്നു വരാം. അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം ഇതാണ്, ഈ കാലത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളൊരുപാട് കേട്ടുപോയ ഒരു വചനഭാഗമാണിത്. റോമാക്കാർക്കെതിരെ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനം. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് അല്ലെങ്കിൽ ഉറക്കം വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. ഇവിടെ രക്ഷയെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 10 നമ്മൾ കാണുന്നുണ്ട്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള ഒരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, അപ്പോൾ ഒറ്റ രക്ഷകനേ ഉള്ളൂ, യേശു കടന്നു വന്നു. ലോകം മുഴുവൻ്റെയും രക്ഷകൻ യേശുക്രിസ്തുവാണ്. മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ രക്ഷകൻ യേശുക്രിസ്തുവാണ്. അപ്പോൾ ആ രക്ഷകനായ യേശുക്രിസ്തു കടന്നു വന്നിട്ട് 2000 വർഷത്തിൽ പരമായിട്ടുണ്ട്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള തിരുവചനം നമ്മൾ കാണുന്നുണ്ട്, തന്നെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ഈ അവസാന അന്ത്യനാളുകളുടെ പ്രത്യേകത, യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന, തൻ്റെ പ്രിയപ്പെട്ടവരെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ വരുന്ന കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനത ഇവിടെ ഒരുക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ശുശ്രൂഷകളുടെ ഒരു പ്രധാന ലക്ഷ്യം കൂടി അതുതന്നെയാണ്. അപ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ ഈ രക്ഷയുടെ 2 മേഖലകൾ പറയുകയാണ്. രക്ഷ ഒന്നേ ഉള്ളൂ, പക്ഷേ അത് 2 സമയങ്ങളിലായിട്ട് നമ്മൾ കാണുന്നു. ആദ്യം യേശുക്രിസ്തു മനുഷ്യകുലത്തെ പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന് രക്ഷിക്കാൻ വന്നു. ഇനിയോ ഇത് മനസ്സിലാക്കി ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ജീവിച്ചു പോയ മനുഷ്യരെ വീണ്ടും തൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഈശോ വരികയാണ്.
അപ്പോൾ അതിവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മളാരും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ രക്ഷ നമുക്കറിയാം, റോമാക്കാർക്ക് ലേഖനം എഴുതുന്നത് പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷമാണ് ഈ കാര്യം എഴുതി വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആദ്യ രക്ഷ കഴിഞ്ഞ് വരാൻ പോകുന്ന ഒരു രക്ഷയെക്കുറിച്ചുള്ള സൂചന കൂടി അപ്പസ്തോലൻ നമുക്ക് തരികയാണ്. അപ്പോൾ അത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. അപ്പോൾ ഈ പ്രപഞ്ചത്തിലും ചില വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിൽ ചില വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയിലും ഗ്രഹങ്ങളിലും എല്ലാം സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഭൂമിക്കകത്ത് ഒരുപാട് പ്രത്യേകതകൾ, ലോകത്തിൽ ഒരുപാട് പ്രത്യേകതകൾ. നമുക്കറിയാം, ഈ കഴിഞ്ഞു പോയ ഏതാനും വർഷങ്ങളായിട്ട് നിരവധി യുദ്ധങ്ങൾ, മറ്റ് പ്രശ്നങ്ങൾ, സമാധാനമില്ലാത്ത അവസ്ഥകൾ. ഇന്ത്യയിൽ ജീവിക്കുന്നവർക്ക് വലിയ യുദ്ധഭീതികളൊന്നും തന്നെയില്ല. പക്ഷേ ഇന്ത്യയിൽ ആന്തരികമായ മനുഷ്യൻ്റെ അക്രമങ്ങൾ, മറ്റ് തകർച്ചകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാന്ദ്യങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ടൊരു വലിയ പ്രശ്നങ്ങളിലൂടെയാണ് മനുഷ്യൻ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കടന്നു പോകുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനൊരു തിരിച്ചുവരവ്, ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മോചനം അവന് ലഭിക്കണം. അവൻ ജീവിക്കുന്ന കാലത്തെക്കുറിച്ച് അവനൊരു അറിവുള്ള വ്യക്തിയായിട്ട് മാറണം. അത് വചനത്തിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ ലോകത്തിലെ സംഭവങ്ങൾ കണ്ടുകൊണ്ട് മനുഷ്യൻ പലപ്പോഴും വിഭ്രാന്തിയിലാകും. ഈശോ പറയുന്നൊരു കാര്യമുണ്ട് അവിടെ. മത്തായി സുവിശേഷം 16-2 പറയുന്നത് ഇങ്ങനെയാണ്: അവൻ പ്രതിവചിച്ചു, വൈകുന്നേരം നിങ്ങൾ പറയുന്നു ആകാശം ചെമന്നിരിക്കുന്നു. പല പ്രാവശ്യങ്ങൾ വായിച്ചുള്ള വചനങ്ങളാണ്. കാലാവസ്ഥ പ്രസന്നമായിരിക്കും. രാവിലെ നിങ്ങൾ പറയുന്നു ആകാശം ചെമന്ന് മൂടിയിരിക്കുന്നു. ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു. എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, പ്രകൃതിയുടെ പല മാറ്റങ്ങളെ നിങ്ങൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, അറിയുന്നു. അപ്പോൾ കാലാവസ്ഥയുടെ മാറ്റങ്ങളും നിങ്ങൾക്കറിയാം. ഇനി നമുക്കറിയാം, കർഷകരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാലാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അവർ ഇന്ന സമയത്ത് വിത്ത് വിതയ്ക്കാൻ പറ്റും, ഇന്ന സമയത്ത് വിത്ത് കൊയ്യാൻ പറ്റും, ഇന്ന സമയത്ത് മഴ പെയ്യും എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പറഞ്ഞ കലണ്ടർ പ്രകാരമുള്ള ഏതെങ്കിലും രീതിയിലുള്ള കാലാവസ്ഥകൾ ഇവിടെ നടക്കുന്നില്ല. കാരണം കാലാവസ്ഥാ മേഖലകളിലെല്ലാം വലിയൊരു ഡിസോർഡർ, ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃഷിയിടങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല വിളവ് ലഭിക്കുന്നില്ല. കൃഷിയിടങ്ങൾ ഡിസോർഡറായിട്ട് ഒരു ക്രമമില്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുവഴി ഒരുപാട് വിലവർധനവും മറ്റും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മനുഷ്യൻ ഒരു കാലഘട്ടം വരെ കണക്കൂട്ടി വച്ചിരിക്കുന്ന കാലാവസ്ഥകൾക്ക് ഏതാനും വർഷമായിട്ട് മാറ്റം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, പക്ഷേ നിങ്ങൾക്ക് ഈ കാലത്തിൻ്റെ പോക്ക് എന്താണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? അതുപോലെ തന്നെ നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, വയലിൽ നെല്ലിങ്ങനെ ഗോതമ്പൊക്കെ വിളഞ്ഞ് കിടക്കുമ്പോൾ, നെല്ല് വിളഞ്ഞ് കിടക്കുമ്പം ശിശുമാരത്ത് പറയുകയാണ്, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. പക്ഷേ എല്ലാവരും പറയുന്നു 3-4 മാസം കഴിഞ്ഞാലേ ആകത്തുള്ളെന്ന്. കർത്താവ് പറയുകയാണ് ആയിരിക്കുന്നു. അപ്പോൾ കർത്താവ് അത് പൊളിച്ചു നോക്കാതെ തന്നെ പറയുകയാണ്, അതിനകത്തെ ആന്തരിക അവസ്ഥ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഒരു നെല്ലെടുത്ത് നോക്കാതെ തന്നെ, അല്ലെങ്കിൽ ഒരു ഗോതമ്പ് മണി എടുത്ത് നോക്കാതെ തന്നെ, അതിൻ്റെ കതിര് നോക്കാതെ തന്നെ കർത്താവ് അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുകയാണ്. അതിൻ്റെ കാരണം അതിൻ്റെ ആന്തരിക കണ്ടുകൊണ്ട് കർത്താവ് പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് നമുക്ക് വചനത്തിലൂടെ മുന്നറിയിപ്പ് തന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേ മക്കളെ, ഇതാണ് അവസ്ഥ, ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഇപ്പോൾ 2 തിമോത്തി 3-1 പറയുന്നുണ്ട്, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക, അവിടെ വ്യക്തമായിട്ട് ഒരു ലിസ്റ്റ് കൊടുത്തു വച്ചിരിക്കുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ലൂക്കാസ് സുവിശേഷം 12:56 ഇതേ വാക്ക് തന്നെ പറയുന്നുണ്ട്, കപടനാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം, എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്? അപ്പോൾ ഈ കാലത്തെക്കൂടി നിങ്ങളൊന്ന് വ്യാഖ്യാനിക്കണം. കാരണം പ്രകൃതി നിങ്ങൾ നോക്കിക്കൊള്ളുക, മനുഷ്യന് വരുന്ന മാറ്റങ്ങൾ നോക്കിക്കൊള്ളുക, അതനുസരിച്ച് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഭൂമിയിൽ എന്തു വരും? അതാണ് ക്രോധത്തിൻ്റെ ദിനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. തെസ്സലോനിക്കർക്ക് ലേഖനം 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിന് 1-ാം തിരുവത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്, സഹോദരരെ, സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല. അപ്പോൾ ഒരിക്കലും അത് എഴുതി അതിൻ്റെ സൂചന
കർത്താവ് നൽകിയതാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, പൗലോസ് അപ്പോസ്തലന് മുമ്പ് എഴുതിയിട്ടുണ്ടാകാം. എന്നിട്ട് പറയുകയാണ്, ഇനി ഞാൻ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് എഴുതേണ്ടതില്ല. എന്നിട്ട് പറയുന്നു, കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. അപ്പോൾ ഇത് അറിയണമെങ്കിൽ അവർ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സമാധാനവും ഭദ്രതയും എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരെ മേൽ നിപതിക്കും. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. നമ്മൾ ഈ പല സന്ദേശങ്ങളും ഈ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇനിയുള്ള സമയങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇവിടെ പറയുകയാണ്, സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല. അപ്പോൾ അങ്ങനൊരു സമയമുണ്ട്, അങ്ങനൊരു കാലമുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ മേഖലകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണം, പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 5-ാം തിരുത്തി നമ്മൾ കാണുന്നുണ്ട്. അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. എന്നിട്ട് പറയുന്നു, 17 പറയുകയാണ്, ഓരോരുത്തരെയും പ്രവർത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുവിൻ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരു പ്രവാസികളാണ്, നമ്മളിവിടം വിട്ട് പോകേണ്ടവരാണ്. അപ്പോൾ ഈ പ്രവാസകാലത്ത് നമ്മൾ ഭയത്തോടെ ജീവിക്കേണ്ട മനുഷ്യരാണ്. എന്ന് വെച്ചാൽ ലോകം പറയുന്നൊരു ഭയമല്ല, ഒരു പേടിയല്ല. പിന്നെയോ ദൈവത്തിന് മുമ്പിൽ എപ്പോഴും നമ്മൾ ഓരോരുത്തരും എളിമയോടെ, വിനയത്തോടെ, വിശുദ്ധിയോടെ, ദൈവം നമ്മളെ ശിക്ഷിക്കും എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ അവിടുന്ന് സ്നേഹത്തോടെ, കർത്താവേ നീ ഇത്രയും കരുണ കാണിച്ചിട്ടും വീണ്ടും ഞാൻ മറുതലിച്ച് ജീവിക്കുന്നു, ഇത്രയും കൃപ എന്നോട് കാണിച്ചിട്ടും ഇത്രമാത്രം എന്നെ വഴി നടത്തിയിട്ടും ഞാൻ അങ്ങേക്കെതിരെ പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഇനി ഞാൻ തിരിച്ചു വരാം, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ജീവിക്കാം, വചനപ്രകാരം മുന്നോട്ട് പോകാം എന്നൊക്കെ ഉള്ള ഒരു ലെവലിലേക്ക് വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു വിശുദ്ധിയോടെ ഒരു അനുഗ്രഹപ്രദമായ ജീവൻ നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുവഴി ഒരു പുതിയ അനുഭവത്തിൽ നമുക്കാകുവാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, ഈ പ്രപഞ്ചത്തിൻ്റെയും ഭൂമിയുടെയും മനുഷ്യൻ്റെയും അന്ത്യകാലത്ത് ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണാൻ പറ്റും. മനുഷ്യനിൽ ഒരുപാട് പ്രത്യേകതകൾ സംഭവിച്ചു കഴിഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യൻ സംഭവിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ അധികാരികൾക്കോ മനുഷ്യർക്കോ സമ്പത്തിനോ സൗഭാഗ്യങ്ങൾക്കോ അധികാരങ്ങൾക്കോ പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിലപ്പോൾ നല്ലൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് ഉൾക്കൊള്ളുന്നത് തെറ്റായ രീതിയിലായിരിക്കാം ഉൾക്കൊള്ളുന്നത്. അതുപോലെ ഒരു തിന്മയുടെ അജ്ഞാത ശക്തിയുടെ പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ മാതാപിതാക്കൾ പറയുന്നത് മക്കൾക്ക് മനസ്സിലാകുന്നില്ല, മക്കൾ പറയുന്ന മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല, ഭർത്താവ് പറയുന്ന ഭാര്യയ്ക്കോ ഭാര്യ പറയുന്നത് ഭർത്താവിനോ മനസ്സിലാകുന്നില്ല. കാരണം എന്തർത്ഥത്തിൽ അത് പറഞ്ഞു എന്നുള്ളത് ഉൾക്കൊള്ളുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം മനസ്സിലാക്കാനോ എന്നോട് സ്നേഹത്തോടു കൂടിയാണിത് പറഞ്ഞത് അല്ലെങ്കിൽ സ്നേഹത്തോടാണ് പെരുമാറുന്നതെന്ന് ഉൾക്കൊള്ളുവാനോ സാധിക്കാത്ത രീതിയിൽ ആന്തരിക മുറിവിൻ്റെ ഒരു വലിയ കോട്ടയായിട്ട് മനുഷ്യൻ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ പ്രതികരിക്കുക, ഉപദ്രവിക്കുക, കൊല്ലുക, നശിപ്പിക്കുക, ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഓരോ മേഖലകൾ നമ്മൾ ബൈബിൾ ഇതെല്ലാം നേരത്തെ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൽ പല പ്രത്യേകതകൾ നമ്മൾ കാണുന്നു, പ്രകൃതിയിൽ പല പ്രത്യേകതകൾ കാണുന്നു. ഭൂമി തന്നെ ഡിസോർഡറായി കഴിഞ്ഞു, പ്രപഞ്ചം തന്നെ ഡിസോർഡറായി കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് മേഖലകൾ അങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഈ മേഖലകളെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പഠിക്കാനും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ദൈവഹിത പ്രകാരം ഒന്ന് ക്രമീകരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാവുന്നവർക്കെല്ലാം ഈ സന്ദേശങ്ങൾ പങ്കുവെച്ച് കൊടുക്കണം. ഒരുപാട് പേർക്ക് അറിയില്ല, പലരും അത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പലർക്കും ശുശ്രൂഷ ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നോ അറിയത്തില്ല. ലോകം മറ്റൊരു ട്രെൻഡിൽ പോകുമ്പോൾ ആത്മീയ മേഖലയിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ നടന്നു കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് 1 കൊറിന്ത്യസ് 15:19 നമ്മൾ വായിക്കുന്ന പോലെ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ നിർഭാഗ്യരാണ്.
ഞാൻ കാണുന്ന ഒരുപാട് പേര് വളരെ സങ്കടത്തിലാണ്, വളരെ ദുഃഖത്തിലാണ്, വളരെ നിരാശയിലാണ്. കാരണം അവരാഗ്രഹിച്ചതുപോലെ ദൈവം നിൽക്കുന്നില്ല എന്നുള്ളതാണ് അവരെ പരാതി. എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിയുവാൻ ആരും ശ്രമിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം അറിഞ്ഞ് അതുപോലെ ജീവിക്കാൻ നമ്മൾ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുക. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി പോലും മനുഷ്യർക്ക് അറിയില്ല എന്താണെന്നുള്ളത്. സ്വന്തം പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ഓടുന്നു, അത് നടപ്പിലാകാതെ വരുമ്പോൾ ആത്മഹത്യയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റു പാപങ്ങളിലേക്ക് പോകുന്നു. പല പ്രശ്നങ്ങളുടെയും പല പാപങ്ങളുടെയും മേഖല എടുത്താൽ, ഇപ്പോൾ മദ്യപാനം, പുകവലി, ജഡിക പാപം, ഇതൊക്കെ എടുത്താൽ അറിയാൻ പറ്റും മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിച്ചതുപോലെ പോകാതെ വന്നപ്പോൾ ഒന്ന് അവനോട് തന്നെ വെറുപ്പ് തോന്നി, സമൂഹത്തോട് വെറുപ്പ് തോന്നി, ഏറ്റവും പ്രധാനമായിട്ട് ദൈവത്തോട് വെറുപ്പ് തോന്നി അവൻ ഒരു അകൽച്ചയിൽ ആയിത്തീരുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യർക്ക് ഈ സന്ദേശങ്ങൾ അയച്ചു കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് അവരെ ക്രിസ്തുവിന് അനുരൂപമാകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി ഒരുങ്ങാം. ഈ വരുന്ന ഒക്ടോബർ 11, 12, 13 തീയതികളിൽ വെള്ളി, ശനി, ഞായറാണ് രാത്രി 7 മണി മുതൽ 10 മണി വരെ നമുക്ക് ഓൺലൈൻ ധ്യാനമുണ്ട്. നിങ്ങൾ സാധിക്കുന്നവരെല്ലാം പങ്കെടുക്കുക, മറ്റുള്ളവർക്ക് അത് അയച്ചു കൊടുക്കുക, ഈ സന്ദേശം കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ മദർ മേരി മിനിസ്ട്രിയുടെ എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്കാവുന്ന രീതിയിൽ അതിനെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവരോടും ഈ കാര്യങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുക. അങ്ങനെ സുവിശേഷ വേലയിൽ നമുക്കൊരു കൂട്ടായ്മയായിട്ട് ഒന്നു ചേർന്ന് മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനായ കർത്താവേ, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിയണമെന്ന് ഈശോ തൻ്റെ അടുക്കിലേക്ക് വന്നവരോട്, ശിഷ്യന്മാരോടും എല്ലാം പറഞ്ഞു. ഞങ്ങളോടും അവിടുന്ന് അത് ആവർത്തിക്കുന്നുണ്ട്. കാരണം ഈശോ പറഞ്ഞ ഒരു സുവിശേഷവും ജെറുസലേമിലോ യൂദയായിലോ സമരിയായിലോ അതിൻ്റെ പരിസര പ്രദേശങ്ങളോ നിലനിൽക്കേണ്ടതല്ല. യേശുക്രിസ്തു മനുഷ്യകുലം മുഴുവനും വേണ്ടി കടന്നു വന്ന വ്യക്തിയായതുകൊണ്ട് അവിടുത്തെ രക്ഷ ഞങ്ങൾക്കെല്ലാവർക്കും അനുഭവവേദ്യമാകേണ്ടതായതുകൊണ്ടും ഞങ്ങളെയും കൂടെ രക്ഷിക്കാൻ വേണ്ടി കടന്നു വന്നതുകൊണ്ടും കർത്താവെ, അവിടുത്തെ വചനങ്ങളും ഞങ്ങൾക്ക് ബാധകമാണ്. അതിനാൽ കർത്താവെ, ഈ രക്ഷയുടെ അനുഭവം ഞങ്ങൾക്ക് സ്വന്തമാക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. സ്വർഗീയ പിതാവേ, അവിടുത്തെ സ്നേഹം ഞങ്ങൾ ഓരോരുത്തരിലും മനസ്സിലാക്കി തരുവാൻ തക്കവിധം അവിടുന്ന് ഓരോ നിമിഷവും കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും മക്കളായി ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്നതിന് നന്ദി പറയുന്നു. ഈശോയെ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപങ്ങൾ, രോഗങ്ങൾ, ശാപങ്ങൾ, തകർച്ചകൾക്ക് വേണ്ടി മരിച്ചു. തിരക്തം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ചു, ഞങ്ങളെ മോചിപ്പിച്ചു. ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നും പാപബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷയിലേക്ക് നയിച്ചു. അത് ഞങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരെയും ഈ രക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും അങ്ങ് മാത്രമേ രക്ഷകനായിട്ടുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ. മിഖായേൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. അന്ധകാര ശക്തികളുമായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ അവരിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യാൻ തക്കവിധം ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാവൽ മാലാഖമാരെ ഞങ്ങളെ സഹായിക്കണമേ. നീതിയോടെ ജീവിച്ചവരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തതിനും ഇത് നിങ്ങൾ കാണുന്നതിനും കേൾക്കുന്നതിനും മറ്റുള്ളവർക്ക് പങ്കുവച്ചു കൊടുക്കുന്നതിനും എല്ലാം നിങ്ങൾക്ക് നന്ദി. നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ ഉപകരണങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? നിന്നെ വിളിച്ചവനുണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ